ടൂറിസം സീസൺ ആരംഭിച്ചിട്ടും ആലപ്പുഴ ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ പുന്നമടയിലേക്കുള്ള പാതയിലെ വൈദ്യുത ബൾബുകളിൽ 90% പ്രവർത്തിക്കുന്നില്ല. രാത്രികാലങ്ങളിൽ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞാണ് വിനോദസഞ്ചാരികൾ കായൽ സൗന്ദര്യം നുകരാനെത്തുന്നത്. പകൽ സമയങ്ങളിലെ ഇവിടുത്തെ കാഴ്ച ആദ്യം കാണാം. വൈദ്യുത പോസ്റ്റുകളിൽ തലയുയർത്തി നിവർന്നു നിൽക്കുന്ന ബൾബുകൾ. പകൽ സമയത്തെ ആലപ്പുഴയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഇനി രാത്രികാലത്തെ ആലപ്പുഴ എങ്ങനെയാണെന്ന് നോക്കാം. ജില്ലാ കോടതി പാലം വഴി പുന്നമട ഫിനിഷിംഗ് പോയിന്റിലേക്ക് രാത്രി വൈകിയും വിദേശീയരും സ്വദേശീയരുമായ ഒട്ടേറെ സഞ്ചാരികളാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്. പല സമയങ്ങളിലും സ്ത്രീകൾ തനിച്ചും. വെട്ടവും വെളിച്ചവുമില്ലാത്ത ഇതുവഴി തപ്പിത്തടഞ്ഞു വേണം രാത്രികാലങ്ങളിൽ ഫിനിഷിംഗ് പോയിന്റിലെത്താൻ. കാരണം മറ്റൊന്നുമല്ല, പകൽ വെളിച്ചത്തിൽ നമ്മൾ കണ്ട ലൈറ്റുകളിൽ 90% കത്താറില്ല, അല്ലെങ്കിൽ കത്തിക്കാറില്ല. സന്ധ്യ കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് ഇല്ലെന്ന് വേണം തന്നെ പറയാൻ. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ നാട്ടുകാരും ഇവിടുത്തെ ഹൗസ് ബോട്ടിലെ തൊഴിലാളികളും സുഹൃത്തുക്കളും എല്ലാം കൂടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയ ശേഷമാണ് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും കനാൽ മാനേജ്മെന്റ് സൊസൈറ്റിയിൽ നിന്നൊക്കെ ആൾ വന്ന് അവിടെ ഇവിടെ ആയിട്ട് ഒരു ലൈറ്റ് പേരിന് ഇട്ടിട്ട് പോവുകയും ചെയ്തത്. ടൂറിസം സീസൺ ആരംഭിക്കുന്നതിന് മുൻപും പിൻപും നാട്ടുകാർ പുന്നമടയുടെ ഈ ദുരവസ്ഥ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. എന്നാൽ ഒരു പ്രയോജനവും ഉണ്ടായില്ല. ഹൗസ് ബോട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം രാത്രി കായലിൽ വീണ വിനോദസഞ്ചാരിയെ ആശുപത്രി എത്തിക്കാൻ വെളിച്ചമില്ലാത്തതിനാൽ വളരെയേറെ ബുദ്ധിമുട്ടേണ്ടി വന്നു ഇവിടുത്തുകാർക്ക്. ടൂറിസത്തിലൂടെ കോടികൾ ലഭിക്കുമ്പോഴും അടിസ്ഥാന സൗകര്യ വികസനത്തിന് യാതൊരു മുൻകരുതലുകളും ഇവിടെ നടക്കുന്നില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇത്. കണ്ണൻ നായർ. ഇടുങ്ങിയ നടവഴികളാണ് പുന്നമടയുടെ മറ്റൊരു ശാപം. വർഷങ്ങളായി അറ്റകുറ്റപ്പണി നടത്താത്ത ഈ പാതകളിലൂടെ വേണം സഞ്ചാരികൾക്ക് കേരളത്തിന്റെ കായൽ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തേണ്ടത്. പലയിടങ്ങളിലും താൽക്കാലികമായി നിർമ്മിച്ച പാതകളിലൂടെയാണ് സഞ്ചാരികളുടെ യാത്ര. കാലൊന്ന് തെറ്റിയാൽ, ശ്രദ്ധയൊന്ന് തെറ്റിയാൽ കായലിന്റെ കാണാകയങ്ങളിലേക്കാകും ഇവർ വഴുതി പോവുക. ഞങ്ങളുടെ പ്രതിനിധി കണ്ണൻ നായർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പ്രശ്നമാണ് വിനോദസഞ്ചാരികൾക്ക് ഹൗസ് ബോട്ടുകളിലേക്കും മറ്റ് ബോട്ടുകളിലേക്കും പോകുന്നതിന് നടപടികൾ ഇല്ല എന്നുള്ളത്. നമ്മൾ ഇപ്പോൾ കാണുന്നത് 2 ഇലക്ട്രിക് പോസ്റ്റുകൾ കായലിന് കുറുകെയിട്ട് നടവഴി നിർമ്മിച്ചിരിക്കുന്ന കാഴ്ചയാണ്. ഈ പ്രദേശത്ത് നേരത്തെ ഒരു പാലം ഉണ്ടായിരുന്നു. എന്നാൽ ആ പാലം മഴയിലും വെള്ളപ്പൊക്കത്തിലും നശിച്ചു പോയതിനെ തുടർന്ന് ഇവിടുത്തെ നാട്ടുകാരാണ് ഇത്തരത്തിലൊരു ഇലക്ട്രിക് പോസ്റ്റുകൾ കൂട്ടിച്ചേർത്ത് ഒരു പാലം നിർമ്മിച്ചത്. ഏതാണ്ട് രാവിലെ 9 മണിയോടുകൂടി തുടങ്ങുന്ന വിനോദസഞ്ചാരികളുടെ ഉല്ലാസയാത്ര അർദ്ധരാത്രിയോടുകൂടിയാണ് പല ദിവസങ്ങളിലും അവസാനിക്കാറ്. ആ സമയത്ത് വിനോദസഞ്ചാരികൾ തിരിച്ചു വരുന്ന വഴിയാണിത്. കാലൊന്ന് തന്നെയാൽ പൂർണ്ണമായും കായലിന്റെ വളരെ ആഴമുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ കായലിന്റെ കാണാകയങ്ങളിലേക്ക് വീഴുന്ന അവസ്ഥയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ ചതുപ്പ് നിറഞ്ഞ പ്രദേശം. ഈ പ്രദേശത്ത് ചെറിയ കരിങ്കല്ലുകൾ നിരത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വിനോദസഞ്ചാരികൾ രാത്രിയിൽ വളരെ വെളിച്ചമില്ലാത്ത സമയത്ത് രാത്രിയിൽ ഹൗസ് ബോട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയും വളരെയേറെയാണ്. ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് ടൂറിസത്തിൽ നിന്ന് മാത്രം വർഷം തോറും സർക്കാരിന് 1 കോടിയോളം രൂപയാണ് ലഭിക്കുന്നത്. എന്നാൽ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഒരു പദ്ധതികളും സർക്കാർ തയ്യാറാക്കിയിട്ടില്ല. ഇനിയെങ്കിലും സർക്കാർ അതിന് തയ്യാറാകണം. ആലപ്പുഴയിൽ നിന്ന് മൂക്കുപൊത്തിയാൽ പോലും നടക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് പുന്നമടയിലേത്. ബോട്ടുകളിൽ നിന്ന് പുറംതള്ളുന്ന മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പുന്നമടയെ വിഴുങ്ങിക്കഴിഞ്ഞു. മാലിന്യം ശേഖരിക്കാനോ സംസ്കരിക്കാനോ പ്രത്യേക സംവിധാനങ്ങളൊന്നും ഇവിടെയില്ല. ഞങ്ങളുടെ പ്രതിനിധി കണ്ണൻ നായർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സ്വദേശീയരും വിദേശീയരുമായ ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ കേരളത്തിന്റെ കായൽ സൗന്ദര്യം ആസ്വദിക്കാനെത്തുന്ന പ്രധാനപ്പെട്ട ഇടമാണ് ആലപ്പുഴയിലെ പുന്നമട ഫിനിഷിംഗ് പോയിന്റ്. എന്നാൽ ആലപ്പുഴ പുന്നമടയിലെ ഫിനിഷിംഗ് പോയിന്റിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രശ്നം മാലിന്യമാണ്. ആലപ്പുഴയിൽ എത്തുന്ന വിനോദസഞ്ചാരികൾ കണി കണ്ട് ഹൗസ് ബോട്ടുകളിലേക്കും മറ്റ് ബോട്ടുകളിലേക്കും കയറുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈച്ചയാർന്ന മാലിന്യ കൂമ്പാരങ്ങൾ, കുന്നുകൂടി കിടക്കുന്ന മാലിന്യങ്ങൾ, ഉപേക്ഷിക്കപ്പെട്ട ഭക്ഷണപദാർത്ഥങ്ങൾ, ചീഞ്ഞളിഞ്ഞുണ്ടാകുന്ന മാലിന്യങ്ങൾ തുടങ്ങിയവയെല്ലാം ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇവ ശേഖരിക്കുന്നതിനോ സംസ്കരിക്കുന്നതിനോ ഉള്ള ഒരു സംവിധാനങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല. ടൂറിസത്തിൽ നിന്ന് മാത്രം ലക്ഷങ്ങളാണ് സംസ്ഥാന സർക്കാരിന് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. എന്നാൽ ഇവിടുത്തെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് ഒരു സജ്ജീകരണങ്ങളും സർക്കാർ ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല. ഇവിടെ നിന്ന് തിരിച്ച് സ്വന്തം രാജ്യങ്ങളിലേക്കും സ്വന്തം നാടുകളിലേക്കും പോകുന്ന വിനോദസഞ്ചാരികൾ ഈ കേരളത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തെക്കുറിച്ച് അവരുടെ നാട്ടിൽ പറയുന്നത് മാലിന്യങ്ങളുടെ സ്വന്തം നാട് എന്നായിരിക്കുമോ എന്നാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്. ആയിരക്കണക്കിന് രൂപ മുടക്കി കിഴക്കിന്റെ വെനീസിന്റെ സൗന്ദര്യം ആസ്വദിക്കാനെത്തുന്ന വിദേശ വിനോദസഞ്ചാരികൾക്ക് ശുദ്ധവായുവും ശുദ്ധമായ പ്രദേശവും നൽകേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ കടമയല്ലേ? ഇനിയെങ്കിലും സർക്കാർ അതിന് തയ്യാറാകണം. ആലപ്പുഴയിലെത്തുന്ന വിനോദസഞ്ചാരികളെ സ്വീകരിക്കുന്നതിന് വേണ്ടി പുന്നമടയിൽ നിർമ്മിച്ച ടൂറിസം അമ്യൂണിറ്റി സെന്ററിന്റെ പ്രവർത്തനം പൂർണ്ണമായി ആരംഭിച്ചിട്ടില്ല. വിനോദസഞ്ചാരികൾക്ക് വിശ്രമിക്കാനോ പ്രാഥമിക കൃത്യത്തിനുള്ള സൗകര്യമോ ഇവിടില്ല. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കസേരകളും സാമഗ്രികളും പൊടിപിടിച്ച് നശിക്കുന്നു. സ്വദേശത്തും വിദേശത്തും നിന്നായി ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് കിഴക്കിന്റെ വെനീസിലേക്ക് എത്തുന്നത്.
ഇവരെ സ്വീകരിക്കുന്നതിനു വേണ്ടിയാണ് ടൂറിസം അമ്യൂണിറ്റി സെന്റർ എന്ന പേരിൽ 3 നില കെട്ടിടം പുന്നമട ഫിനിഷിംഗ് പോയിന്റിൽ നിർമ്മിച്ചത്. എന്നാൽ നിർമ്മാണം കഴിഞ്ഞ 4 വർഷം പിന്നിട്ടിട്ടും സെന്ററിന്റെ പ്രവർത്തനം ഇതുവരെ തുടങ്ങാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല. കായൽ സൗന്ദര്യം ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികൾ മണിക്കൂറുകളോളം വെയിലേറ്റ് വാടേണ്ട അവസ്ഥ. ആകെയുള്ള 5 വാതിലുകളിൽ തുറക്കുന്നത് ഒരു വാതിൽ മാത്രം. ബാക്കിയുള്ള വാതിലുകൾ അകത്തുനിന്ന് ഭദ്രമായി പൂട്ടിയ നിലയിൽ. ഓഫീസിനുള്ളിൽ സഞ്ചാരികൾക്കായി ലക്ഷങ്ങൾ മുടക്കി സജ്ജീകരിക്കുന്ന കസേരകൾ ചിതലുപിടിച്ച് നശിക്കുന്നു. ഹൌസ് ബോട്ടുകളുടെ നിരക്ക് ക്രമീകരിക്കുന്നതിന് പ്രീപെയ്ഡ് സെന്ററും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും അതും സർക്കാരിന്റെ ചുവപ്പ് ചരടിൽ കുരുങ്ങിക്കിടക്കുന്നു. സെന്ററിന്റെ 2ാം നിലയിലാണ് പ്രമുഖ ഓഫീസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടുത്തെ അവസ്ഥയും വിഭിന്നമല്ല. പൊടിയും മാറാലയും പിടിച്ച ശോച്യമായ അവസ്ഥ. 3ാമത്തെ നിലയിൽ തയ്യാറാക്കിയിരിക്കുന്ന വാട്ടർ ടാങ്ക് ശുചീകരിച്ചിട്ട് മാസങ്ങളായി. സെന്ററിന് പുറത്ത് നിർമ്മിച്ചിരിക്കുന്ന കുടിവെള്ള ടാങ്കിൽ നിന്ന് വരുന്ന ജലം ഉപയോഗിക്കാൻ സാധിക്കാത്തതും. ഇവിടെ ഉദ്യോഗസ്ഥന്മാർ അനാസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. CPWD ആണ് ഈ വർക്കിനെ ടെൻഡർ ചെയ്തിരിക്കുന്നത്. അത് ഓപ്പൺ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് തുറന്നു കൊടുക്കാനായിട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് സമയമില്ല, അല്ലെ സാധിക്കുന്നില്ല. ശുചീകരണ പ്രവർത്തനങ്ങളും ഇവിടെ വേണ്ട രീതിയിൽ നടക്കുന്നില്ല. സെന്ററിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ സംസ്ഥാനത്തെ ടൂറിസം വ്യവസായത്തെ തന്നെ പിന്നോട്ടടിച്ചേക്കാം. മനോരമ ന്യൂസ്